നമ്മൾ നേരത്തെ പറഞ്ഞു പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ വാർത്ത കണ്ണൂർ ചെറുവാഞ്ചേരിയിൽ കുട്ടിയുടെ കളിപ്പാട്ടത്തിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടി. ചെറുവാഞ്ചേരി സ്വദേശി ശ്രീജിത്തിന്റെ വീട്ടിൽ ടോയ് കാറിനടിയിലായിരുന്നു രാജവെമ്പാല. അരുൺ പൂപ്പറമ്പ് ആ വാർത്തയുടെ വിവരങ്ങളുമായി. അരുൺ, നേരത്തെ ബിരിയാണിയിൽ കുപ്പിച്ചിൽ കണ്ടെത്തിയ വാർത്തയുടെ ഷോക്ക് മാറും മുന്നെയാണ് കളിപ്പാട്ടത്തിൽ രാജവെമ്പാല എന്ന വാർത്ത വരുന്നത്. അതും ഈ സാധാരണ ചേരയൊന്നുമല്ല, എന്താണ് ഭീകരൻ പാമ്പെന്നറിയപ്പെടുന്ന രാജവെമ്പാല തന്നെ എങ്ങനെയാണ് കുട്ടിയുടെ കളിപ്പാട്ടത്തിനകത്ത് വന്നത്? അരുൺ. കാശ്മീർ ശരിക്കും ആശങ്കപ്പെടുത്തുന്നതും അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്നതുമായ ദൃശ്യമാണ് കണ്ണൂർ ചെറുവാഞ്ചേരിയിൽ നിന്ന് പുറത്തു വരുന്നത്. ചെറുവാഞ്ചേരിയിലെ ശ്രീജിത്തിന്റെ വീട്ടിൽ നിന്നാണ് ഈ രാജവെമ്പാലയെ പിടികൂടിയത്. അത് അവിടെ ഉള്ള ശ്രീജിത്തിന്റെ കുട്ടി അവിടെ കളിക്കുന്ന കളിപ്പാട്ടത്തിനടിയിലാണ് ഈ രാജവെമ്പാല ഉണ്ടായത്. ഇന്നലെ രാത്രി ഈ കളിപ്പാട്ടത്തിൽ, അതായത് ഒരു ഇലക്ട്രോണിക് ടോയ് കാറാണ്, ആ കളിപ്പാട്ടം ഇങ്ങനെ അനങ്ങുന്നത് കണ്ടതിനെ തുടർന്നാണ് വീട്ടുകാർ ഇത് ശ്രദ്ധിച്ചത്. പിന്നീട് അല്പം ഒന്ന് ഈ ടോയ് മാറ്റി പരിശോധിച്ചപ്പോഴാണ് അതിനടിയിൽ ഈ രാജവെമ്പാലയെ കണ്ടെത്തിയത്. ഉടൻ തന്നെ സ്നേക്ക് റെസ്ക്യൂ വളണ്ടിയറെ ഈ വിവരം അറിയിക്കുകയും അവർ വന്ന് ഈ രാജവെമ്പാലയെ പിടികൂടുകയും ചെയ്തു. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആ കുട്ടി കളിക്കുന്ന ഒരു കളിപ്പാട്ടമാണ്, അതിനടിയിൽ വെച്ചാണ് ഇത് കണ്ടെത്തിയത്. വലിയ അപകടം ഒഴിവായി എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. മഴക്കാലമാണ്, സ്വാഭാവികമായും ഇത്തരത്തിൽ ഉള്ള വാർത്തകൾ എല്ലാ ദിവസവും ഉണ്ടാവുന്നുണ്ട്. വീട്ടിനുള്ളിൽ നിന്നും അതോടൊപ്പം തന്നെ നമ്മൾ സഞ്ചരിക്കുന്ന വാഹനത്തിനുള്ളിൽ നിന്നൊക്കെ ഇത്തരം പാമ്പുകളെ കണ്ടെത്തുന്നതും വിഷം കൂടിയ പാമ്പുകളെയാണ് കണ്ടെത്തുന്നത്. ചെറുവാഞ്ചേരി എന്ന് പറയുന്ന മേഖല ഏതെങ്കിലും വനത്തിനോട് ചേർന്ന മേഖലയാണോ? ഞാൻ പറഞ്ഞു രാജവെമ്പാല പാമ്പൊക്കെ അവിടെ അങ്ങനെ സ്ഥിരമായി കാണപ്പെടുന്ന പാമ്പാണോ അരുൺ? രാജവെമ്പാല അവിടെ അങ്ങനെ പതിവായി അത്തരത്തിൽ കാണുന്ന ഒരു പ്രദേശമല്ല എന്നതാണ് നാട്ടുകാരിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷെ അവിടെ ഈ കണ്ണവം വനമേഖലയോടെ ചേർന്നൊരു പ്രദേശം കൂടിയാണ്. തൊട്ടടുത്തല്ല വനമേഖല, എങ്കിൽ പോലും ഈ പാമ്പുകൾക്ക് സഞ്ചരിച്ച് ഇത്തരത്തിൽ എത്താൻ കഴിയുന്ന ദൂരത്തിൽ വനമേഖല ഉണ്ട് എന്നതാണ് നമുക്ക് അവിടുന്ന് പ്രാദേശികമായി ലഭിക്കുന്ന വിവരം. പക്ഷേ അവിടെയുള്ള പ്രദേശം ഇത്ര വിഷം കൂടിയ രാജവെമ്പാലയെ പോലുള്ള പാമ്പുകൾ വീടിനകത്തൊന്നും കയറിയ സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലാണ്. ആ ദൃശ്യങ്ങൾ കാണാം. നല്ല നീളമുള്ള അത്തരത്തിൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയപ്പാട് തോന്നുന്ന രാജവെമ്പാലയാണ് പിടികൂടിയത്. ചെറിയ പാമ്പൊന്നും അല്ല എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഈ വീട്ടിനകത്തു നിന്നും വാഹനത്തിൽ നിന്നുമെല്ലാം ഈ പാമ്പുകളെ പിടികൂടുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പൊതുവെ ഒരു ജാഗ്രത പാലിക്കണം. അതായത് പ്രത്യേകിച്ച് ഈ മഴക്കാലമാണ്, അതുകൊണ്ട് ഈ പാമ്പുകൾ ധാരാളമായി പുറത്തേക്ക് ഇറങ്ങി ഈ വീടുകളിലൊക്കെ ഇങ്ങനെ അതോടൊപ്പം തന്നെ മറ്റ് പാർപ്പിടങ്ങളിലൊക്കെ അഭയം പാർക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് പൊതുവെ നമ്മൾ ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് വനം വകുപ്പൊക്കെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എന്തായാലും ഈ ചെറുവാഞ്ചേരിയിൽ നിന്ന് എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഒരു കുട്ടി കളിക്കുന്ന ഒരു ഇലക്ട്രോണിക് ടോയുടെ അടിയിൽ നിന്നാണ് ഇത്ര വലിയൊരു പാമ്പിനെ രാജവെമ്പാലയെ പിടികൂടിയിട്ടുള്ളത്. എന്തായാലും ആ പാമ്പിനെ ഇപ്പോൾ അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. സ്നേക്ക് റെസ്ക്യൂ വളണ്ടിയർമാർ എത്തി അതിനെ പിടികൂടി അതിനെ കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ആ ദൃശ്യങ്ങൾ എന്തായാലും ആശങ്കപ്പെടുത്തുന്നതാണ്. ഹഷ്മി, കളിപ്പാട്ടത്തിനകത്താണ് രാജവെമ്പാല കണ്ടെത്തിയത്. പ്രേക്ഷകർ ആ ദൃശ്യങ്ങൾ കാണുകയാണ്. കണ്ടാൽ തന്നെ, പ്രത്യേകിച്ച് പാമ്പിനെ പേടിയുള്ളവർ കണ്ടാൽ തന്നെ ആ ദൃശ്യങ്ങൾ കണ്ടു നിൽക്കാനാവാത്ത രീതിയിലുള്ള ഒരു കറുത്ത രാജവെമ്പാല പാമ്പാണവൻ. അപ്പോൾ അത് ഈ കളിപ്പാട്ടത്തിനകത്ത് ഇരിക്കുകയായിരുന്നു. കളിപ്പാട്ടത്തിനകത്തിരുന്നു. പക്ഷേ ഈ പറയുന്ന സ്നേക്ക് പാമ്പ് കൊടുത്തക്കാരൻ വളരെ കൂളായിട്ട് അതിനെടുത്ത് കവറിനകത്തിട്ടുണ്ട് പോയെങ്കിലും സൂക്ഷിക്കേണ്ട സമയമാണ്. മഴക്കാലമൊക്കെയാണ്. അപ്പോൾ മഴക്കാലമൊക്കെ നമ്മൾ ഷൂ ഇടുമ്പോഴും ഹെൽമെറ്റ് എടുക്കുമ്പോഴും കളിപ്പാട്ടം എടുക്കുമ്പോഴും ഒക്കെ ഒരു കണ്ണും കാതും കരുതലും വേണം എന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ നൽകുന്ന സൂചന.